ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു സോങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ഗോ ഇസ് എ സോങ് ഫ്രം ദ മൂവി ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറയുന്ന ഒരു മൂവിയിലെ സോങ് ആണ് ലെറ്റ് ഇറ്റ് ഗോ. എ ഹാർമോണിയസ് ഫ്യൂഷൻ ഓഫ് വേർഡ്സ്, മ്യൂസിക് ആൻഡ് ആനിമേഷൻ. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഒരുപാട് ബില്യൺസ് വ്യൂ ഉള്ള ഒരു പാട്ടാണ് ലെറ്റ് ഇറ്റ് ഗോ. അതിൽ ആനിമേഷനാണ്. എൽസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പാട്ട് പാടുന്നത് കാണാം. നല്ലൊരു സോങ്ങാണ് കേട്ടോ, കേട്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സോങ് തന്നെയാണ്. എൽസ, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ഫ്രോസൺ, ഇസ് ടു ഷൈ ആൻഡ് ടിമിഡ് ഈവൻ ടു അപ്പിയർ ബിഫോർ അതേഴ്സ്. ഇതിലെ മെയിൻ ക്യാരക്ടർ എൽസയാണ്. എൽസ ഭയങ്കര നാണം, ഷൈ എന്ന് പറഞ്ഞാൽ എന്താ, നാണം. അതേപോലെ ടിമിഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കോൺഫിഡൻസ് കുറയുക, ഒരു പേടി, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. At a particular point in life, she decides to free herself of societal expectations. അവളുടെ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ അവൾ തീരുമാനിക്കുകയാണ് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിൽ നിന്നൊക്കെ മാറിയിട്ട് ആൻഡ് ലിവ് അക്കോർഡിംഗ് ടു ഹെർ ഡീപ്പസ്റ്റ് വിഷസ്. അവളുടെ ഡീപ്പായിട്ടുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഷീ സിങ്സ് ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ. അങ്ങനെ ഇവൾ ഈ ഒരു പാട്ട് പാടും, ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു പാട്ട് പാടും. എക്സ്പ്രസ് ദിസ് ഡിസിഷൻ ആസ് ഷീ ബിൽഡ്സ് ആൻ ഐസ് പാലസ് ഫോർ ഹെർ സെൽഫ്. അപ്പോൾ അവളൊരു ഐസ് പാലസ് ബിൽഡ് ചെയ്യുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് ഇവളൊരു പാട്ട് പാടുന്നതാണ് ഈ ലെറ്റ് ഇറ്റ് ഗോ. ഈ ഒരു ആനിമേഷൻ വീഡിയോ ആണ്, അതിലിങ്ങനെ കാണാം ഈ ഒരു പാട്ട് പാടുന്നതൊക്കെ കാണാം. ഇനി പോയട്രിയിലേക്ക് കിടക്കാം. The snow glows white on the mountain tonight. ഇവിടെ സ്നോ എന്ന് പറയുമ്പോൾ മഞ്ഞ് നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഓൺ ദി മൗണ്ടെയിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിട്ട്. ടുനൈറ്റ്, രാത്രിയാണ് സമയം. നോട്ട് എ ഫുട് പ്രിൻറ്റ് ടു ബി സീൻ. ഒരു എന്താ പറയുക, ഫുട് പ്രിൻറ്റ്, കാൽപാദത്തിൻ്റെ പാട്, ഒരു ഫുട് പ്രിൻറ്റ് പോലും അവിടെ കാണുന്നില്ല. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അവിടെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഏകാന്തതയുടെ ഒരു സാമ്രാജ്യമാണ് അത്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദ ക്വീൻ. അവിടെ ഞാനാണ് ക്വീൻ, ഞാനാണ് അവിടുത്തെ റാണി, അതേപോലെയാണ് തോന്നുന്നത്. The wind is howling like this swirling storm inside. അതായത് എൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ കാറ്റ്, അതായത് ഇപ്പോൾ എൻ്റെ ഇമോഷൻസ് ഫീലിങ്സിനെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഉള്ളിലൊരു കൊടുങ്കാറ്റ് പോലെയുണ്ട്. അതേപോലെ തന്നെയാണ് പുറത്തും കാറ്റ് ഹൗളിങ് ചെയ്യുന്നത്. ഹൗളിങ് എന്ന് പറഞ്ഞാൽ അലറുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ദ വിൻഡ് ഇസ് ഹൗളിങ് ലൈക്ക് ദ സ്വേർലിംഗ് സ്റ്റോം ഇൻസൈഡ്. എൻ്റെ ഉള്ളിലെ കാറ്റ് പോലെ പുറത്തും കാറ്റ് അലറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലും എന്താ പറയുക, കാറ്റിങ്ങനെ സ്വേർലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഇവളുടെ ഉള്ളിലും കാറ്റ് ചുറ്റിത്തിരിയുന്നുണ്ട്, ഇമോഷൻസ് ഫീലിങ്സ് ഉണ്ട്, പുറത്തും നല്ല കാറ്റുണ്ട്. couldn't keep it in, heaven knows I tried. എനിക്ക് എൻ്റെ ഉള്ളിലെ ആ ഒരു കാറ്റിനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല. ഹെവൻ നോസ് ഐ ട്രൈഡ്. അതായത് ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് എന്നുള്ള മീനിങ്ങാണ്. ദൈവത്തിന് അറിയാം ഞാനത് ശ്രമിച്ചു, എൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചു എന്ന് ദൈവത്തിനറിയാം, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. ഇവിടെ കൊടുങ്കാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഇമോഷൻസ് ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ്. Don't let them in. Don't let them see. Don't let them in എന്ന് പറഞ്ഞാൽ ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. Don't let them see. അതായത് ആരും കാണാനായിട്ട് അനുവദിക്കരുത്. Be the good girl you always have to be. നീ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിൽ ഒരു നല്ല കുട്ടിയായിരിക്കണമെന്നാണല്ലോ, അതേപോലെ തന്നെ ആയിരിക്കാനാണ് പറയുന്നത്. Conceal. Don't feel. Don't let them know. കൺസീൽ ചെയ്യുക, അതായത് എല്ലാം ഹൈഡ് ചെയ്യുക, ഫീൽ ചെയ്യരുത്. ഓക്കെ, ഡോണ്ട് ലെറ്റ് ദം നോ, ആരെയും ഒന്നും അറിയിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൽ, നൗ ദേ നോ. ആരെയും ഒന്നും അറിയിക്കേണ്ട, എല്ലാം ഹൈഡ് ചെയ്ത് കൺസീൽ ചെയ്തോ, പക്ഷേ എല്ലാവരും
എല്ലാ കാര്യങ്ങളും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഇവിടെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് മീൻ ചെയ്തേക്കുന്നത് അവളുടെ ആ ഒരു പേടി അല്ലെങ്കിൽ അവളുടെ ഡൗട്ട്സ്, ഓക്കെ, ഇതെല്ലാനും റിലീസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്ന് ഉദ്ദേശിക്കുന്നത് അവളുടെ പേടിയും സംശയങ്ങളും പ്രോബ്ലംസും എല്ലാം റിലീസ് ചെയ്യണം. അതെല്ലാം പോട്ടെ. ഇനിയും അവളുടെ ട്രൂ സെൽഫ്, അവൾ എന്താണ് റിയലി, അത് അവൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. കാൺട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് എനി മോർ. എനിക്ക് ഇനി അത് എന്താ പറയുക, പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല, ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. അതായത് തിരിഞ്ഞു നിന്നിട്ട് ഡോർ സ്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ കൊട്ടി അടയ്ക്കുക. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സീ. ഞാൻ അവരെന്ത് പറയും എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ ഇനി നോക്കാൻ പോണില്ല. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. അതായത് സ്റ്റോം റേജ് ഓൺ എന്ന, റേജിൻ്റെ മീനിങ് രോഷം. എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള കാറ്റ്, കൊടുങ്കാറ്റ് വന്നോട്ടെ, കുഴപ്പമില്ല. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. അതായത് കോൾഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ ഒരു എനിക്കുള്ള ആ ബാരിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വരുന്ന ചലഞ്ചസ് ഒന്നും എന്നെ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ലൈഫിൽ, ഇതൊന്നും എന്നെ ഇനിയും എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇറ്റ്സ് ഫണ്ണി ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാനും നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നും അല്ലേ. അതായത് കുറച്ച് സമയം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാനും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് തോന്നും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സെൻസിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഡിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ എല്ലാം നമുക്ക് എന്താ പറയുക, ചെറിയതായിട്ടാണ് കാണുന്നത് അല്ലേ. ആ ഒരു ഇതിലും പറയാം, ഒരു സംഭവം ദൂരെ നിൽക്കുമ്പോൾ നമുക്കത് ചെറിയൊരു കാര്യമായിട്ട് തോന്നണേ. അതേപോലെ തന്നെ ഇവിടെ എന്താ, നമുക്ക് ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ, ഇത് ഈ ഒരു സെൻസിൽ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന പ്രഷർ, അതേപോലെ തടസ്സങ്ങളിൽ നിന്നും, അതായത് സൊസൈറ്റിയുടെ ഇത്രയും നാളുണ്ടായിരുന്ന പ്രഷർ, അതേപോലെ ചാലഞ്ചസ്, ഇതിൽ നിന്നുള്ള ആ ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ. ഓക്കെ, അതാണ് ഡിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ വേറൊരു മീനിങ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എല്ലാം വളരെ ചെറുതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൺട്ട് ഗെറ്റ് ടു മീ അറ്റ് ഓൾ. ഒരു കാലത്ത് എന്നെ കൺട്രോൾ ചെയ്തിരുന്ന കുറേ പേടികളുണ്ടായിരുന്നു, ഇനിയും അതിനെന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് ടൈം ടു സീ വാട്ട് ഐ ക്യാൻ ഡു. ഇനിയും എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാനുള്ള സമയമാണ്. ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. അതായത് ഇനി എനിക്ക് ലിമിറ്റ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് എല്ലാം എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ, ഐ എം ഫ്രീ. ഇപ്പം എനിക്ക് എന്താ പറയുക, റൈറ്റും റോങ്ങും റൂൾസും ഒന്നുമില്ല, ഞാൻ ഫ്രീ ആണിപ്പോൾ. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോയിക്കോട്ടെ. ഓക്കെ, ഇവിടെ പേടി, ഡൗട്ട്സ് ഇതെല്ലാം പോയിക്കോട്ടെ എന്നുള്ള സെൻസിലാണ് ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഐ എം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. ഞാനിപ്പോൾ എന്താ വിൻഡിൻ്റെയും അതേപോലെ സ്കൈയുടെയും ഒക്കെ കൂടെയാണ്. ഇവിടെ ഒരു ഇങ്ങനെ നേച്ചറിനോട് കൂടുതൽ കണക്റ്റഡ് ആയി എന്നുള്ള മീനിങ്ങിലെടുക്കാം. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോയിക്കോട്ടെ. യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങളിനി ഞാൻ കരയാൻ പോകുന്നത് കരയുന്നതൊന്നും നിങ്ങൾ കാണാൻ പോകുന്നില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐ സ്റ്റേ, ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. ഇവിടെ ഞാനിപ്പോൾ സ്റ്റേൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു പൊസിഷനിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഫേം ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. അതായത് യെസ്, എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും പ്രോബ്ലംസോ അതൊക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. ഇവിടെ എൻ്റെ പവർ
എയറിലൂടെ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഫ്ലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുക എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ്, പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. അപ്പോൾ എൻ്റെ പവർ ഇവിടെ എയറിലൂടെ പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്, പെട്ടെന്ന് മാറി ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. മൈ സോൾ ഇസ് സ്പൈറലിംഗ്, എൻ്റെ സോൾ, എൻ്റെ ആത്മാവ് സ്പൈറലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൈറൽ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ് ഓൾ അറൗണ്ട്. ഫ്രോസൺ ഫ്രാക്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, ഫ്രോസൺ എന്ന് വെച്ചാൽ ഐസിൻ്റെ ഫ്രാക്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഷേപ്പിലുള്ള എന്ന ഒരു മീനിങ്ങാണ്. അതായത് ഒരേപോലത്തെ ഷേപ്പിലുള്ള, ഒരേപോലത്തെ പീസസ് എന്നുള്ള ഒരു മീനിങ്ങാണ്. പല ഷേപ്പല്ല കേട്ടോ, ഒരേപോലത്തെ പീസസ് എന്നുള്ളൊരു മീനിങ്ങാണ് ഫ്രാക്ടൽസിന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എൻ്റെ ആ ഒരു സോൾ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇന്നർ സെൽഫ് ഇങ്ങനെ ഐസ് പോലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് എൻ ഐസി ബ്ലാസ്റ്റ്. അതേപോലെ തന്നെ എൻ്റെ ഒരു ചിന്ത, വൺ തോട്ട്, ഒരു തോട്ട് ക്രിസ്റ്റലൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കില്ലേ, കൂടുന്നു, ആ ഒരു മീനിങ്ങാണ്. എൻ്റെ ചില തോട്ട്സ്, എനിക്ക് ചില തോട്ട്സ് എന്നല്ല, ഒരു തോട്ട് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എൻ ഐസി ബ്ലാസ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ഐസ് പോലെ ഒരു തോട്ട്, ഒരു മഞ്ഞ് കട്ട പോലെ, ഐസി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ് കട്ട പോലെ ഒരു പെർട്ടിക്കുലർ തോട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്റ്റലൈസസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുക. ഐ എം നെവർ ഗോയിങ് ബാക്ക്, ദ പാസ്റ്റ് ഇസ് ഇൻ ദ പാസ്റ്റ്. ഞാൻ തിരിച്ചു പോകുന്നില്ല, പാസ്റ്റ് തന്നെ, പഴയ കാര്യങ്ങൾ കഴിഞ്ഞു, അതവിടെ കിടന്നോട്ടെ. ആൻഡ് ഐ വിൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ. ഞാൻ റൈസ് ചെയ്യും, ഉദിച്ചു വരും, ലൈക്ക് ബ്രേക്ക് ഓഫ് ഡോൺ, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ, ഒരു മോർണിംഗിൽ സൂര്യൻ വരുന്ന പോലെ ഞാൻ ഉദിച്ചു വരും. ലെറ്റ് ഇറ്റ് ഗോ. യെസ്, ബാക്കി എല്ലാ കാര്യങ്ങളും പോയിക്കോട്ടെ. ദറ്റ് പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഗേൾ, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഇങ്ങനെയായിരിക്കും ഒരു പെൺകുട്ടി എന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഗേൾ എല്ലാം പോയി. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ. ഇവിടെ ഞാനിങ്ങനെ ഡേ ലൈറ്റിൽ നിൽക്കുവാണ്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. കൊടുങ്കാറ്റ് വീശിക്കോട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. ഇത്രയും കോൾഡ്, തണുപ്പ് ഉണ്ടായിട്ടും എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇതാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന നമ്മുടെ സോങ്. ഈ സോങ് എഴുതിയത് ക്രിസ്റ്റൻ ആൻഡേഴ്സൺ ലോപ്പസും അതേപോലെ റോബർട്ട് ലോപ്പസും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, പിന്നെ ഈ പാട്ട് പാടി ഇത്രയും പോപ്പുലർ ആക്കിയത് അമേരിക്കൻ ആക്ട്രസ് ആൻഡ് സിംഗർ ഇഡീന കിം മെൻസൽ എന്ന് പറയുന്ന ഒരു സിംഗർ കൂടി ആണ്. ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു സോങ്ങാണ്, വെരി ഫേമസ് ഒരു സോങ്ങാണ് ഇത്. താങ്ക് യു ഫോർ വാച്ചിങ്.